ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വയനാട്ടുകാരുടെ ഒരു സ്വന്തം റെസിപ്പി ആയിട്ടുള്ള ഒരു കുഞ്ഞിപ്പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വയനാട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക ഈ ചായത്തോട്ടം, ചായ നുള്ളലും അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗുഡല്ലൂർ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ഇൻട്രോ ഇതാക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു 3 വർഷം മുമ്പ് ആങ്ങളിൻ്റെ മരുമോളെ വീട് വയനാടാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടുന്ന് കിട്ടിയൊരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. കുഞ്ഞിപ്പത്തിരി, അതിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഒഴിച്ചിട്ട് കഴിക്കണ ഒരു റെസിപ്പിയാണത്, തേങ്ങയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് ഞാൻ അവരോട് ചോദിച്ച് അറിഞ്ഞ് അങ്ങനെ ആണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ ഉണ്ടാക്കാൻ ഈസി ആണ്. നമ്മൾ പത്തിരിക്കൊക്കെ മാവ് പിന്നെ വാട്ടി കുഴക്കണ ആ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഇതിൽ ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് ആണ് ഇത് ഉണ്ടാക്കണത്. പിന്നെ എങ്ങനെ ഉണ്ടാക്കണത് നോക്കാം. അപ്പോൾ അത് പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടണ പോലെ തന്നെ വെള്ളം വെച്ചിട്ട് ഉപ്പിട്ടിട്ട് പത്തിരിപ്പൊടി വാട്ടിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഗ്ലാസ് പൊടിയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടുതലൊക്കെ ഇത് പിന്നെ ഒരാളെ കൊണ്ട് ഒറ്റക്കൊന്നും കുറച്ച് ബുദ്ധിമുട്ടാണ്. 2 ആളില്ലെങ്കിൽ ഇത് കുറേ സമയം ഇങ്ങനെ ഉരുട്ടിയിരിക്കണം. അപ്പം വെള്ളമൊക്കെ തിളച്ച് ഞാൻ പൊടി അതിലേക്ക് ഇട്ടിട്ടൊന്ന് വാട്ടി. ഓരോ സ്ഥലത്തേക്കും ഓരോ ഒരു പ്രത്യേക തരം പിന്നെ റെസിപ്പി ഉണ്ടാവുമല്ലോ അല്ലേ. നമ്മൾ മലപ്പുറത്തിന് വേറെ, വയനാടിന് വേറെ, കോഴിക്കോടിന് വേറെ, കണ്ണൂരിന്, അങ്ങനെ കാസർഗോഡ് പല സ്ഥലത്തും പല ഒരു എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഉണ്ടാക്കണൊരു പലഹാരം ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ വയനാട്ടുകാരുടെ ഒരു ഫേവറേറ്റാണ് ഈ ഒരു കുഞ്ഞിപ്പത്തിരി. അവർക്കത് എളുപ്പമാണ്, നമുക്കത് കുറച്ച് പണിയായിട്ട് തോന്നും. ഇവിടെ ഈ രീതിയിൽ ഉണ്ടാക്കട്ടോ. അത് വേറെ മോഡൽ ഈന്തും ഇറച്ചി എന്നൊക്കെ വെക്കാന്നറിയില്ല. അപ്പോൾ ഈന്തും പൊടി കൊണ്ട് ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഇറച്ചിയിലിട്ട് വെക്കും. പക്ഷെ ഇങ്ങനെ പൊടി കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കലില്ല. അപ്പോൾ ഒരു പിന്നെ ഇത് ഇങ്ങനെ തേങ്ങ ഇട്ട് ചതച്ച് വെച്ചിട്ട് അങ്ങനെ കറി ഒഴിച്ച് കഴിക്കും. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇറച്ചിയിലിട്ടിട്ടും ഉണ്ടാക്കണേ പിടി ഇറച്ചി അങ്ങനെ ഉണ്ടാക്കലുണ്ട് കാരണം. അപ്പോൾ ഞാൻ ഈ ഒരു ഇതാണ് കഴിച്ചത്, തേങ്ങയൊക്കെ ഇട്ട് കടുകറുത്തിട്ട്. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പൊടിയൊക്കെ വാട്ടി പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചൊക്കെ ചെയ്തു ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ അടച്ച് വെച്ച ടൈമിൽ ഞാൻ ഇതിനുള്ള ബീഫ് കറി ഉണ്ടാക്കാൻ പോയിട്ടോ. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കാം. അപ്പോൾ കുഴച്ചൊക്കെ കഴിഞ്ഞു. ഇതേപോലെ ചെറിയ നീട്ടി ഇത് ഉണ്ടാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഈ നീട്ടിയത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ഉരുളകളാക്കി കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതാണ് ഈ കുഞ്ഞിപ്പത്തിരി. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ആകുമ്പോൾ കുറച്ച് നേരം എടുക്കും. അപ്പോൾ ഞാനിതാ ഉണ്ടാക്കിയെടുക്കുകയാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് അങ്ങനെ രാവിലെ ചായൻ്റെ കടിക്ക് ഉണ്ടാക്കാമെന്ന് കരുതിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ്. ഈ രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്. ചെറിയ ബോൾസാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് വിരൽ വെച്ചിട്ട് അമർത്തി കൊടുക്കുക. അങ്ങനെ ഇത് എല്ലാം ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം. എനിക്ക് ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസൊക്കെ കാണുമ്പോൾ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. ഇനി ഇതൊന്ന് ആവിയിൽ വെച്ചിട്ട് ബാക്കി അത് ആവിയിൽ വേകുമ്പോഴത്തേനും ബാക്കിയും കൂടി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിൽ ഒരു ഇലയൊക്കെ വെച്ചിട്ട് അതിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. എന്നാൽ വെന്ത പൊടിയാണ്, എന്നാലും നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. എന്നാലേ അല്ലെങ്കിൽ പിന്നെ ഒരു പല്ല് മൊട്ടും നമ്മൾ കഴിക്കുമ്പോൾ. എല്ലാം ഒരേ ടൈമിൽ തന്നെ നമുക്ക് ആവി കയറ്റിയെടുക്കണം കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് ഉണ്ടാക്കിയിട്ട് അതാണ് ആവി കയറ്റിയിട്ട് പിന്നെ എടുത്ത് ചെയ്യുക. ഇതൊക്കെ പാടെ കൊള്ളൂലെന്ന് കരുതി. അപ്പോൾ ആദ്യത്തെ ട്രിപ്പായി ഒരു 10 മിനിറ്റ് ഞാൻ ഇത് ആവി കയറ്റാൻ എടുത്തിട്ടോ. അപ്പോൾ അതെല്ലാം വെന്തിക്കണ്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് അടുത്തതും വെക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ട തേങ്ങ ചിരവി അതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ വെളുത്തുള്ളി, വലിയ ജീരകം, തേങ്ങയും കൂടി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് വേണം ചതച്ചെടുക്കാൻ. ഞാൻ മഞ്ഞൾപ്പൊടി പിന്നെ വീണ്ടും ഇട്ടിട്ടാണ് ഒന്ന് കറക്കിയെടുത്തത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇടുമ്പോൾ മഞ്ഞൾപ്പൊടി അല്പിടുക. ഇപ്പോൾ എല്ലാ കുഞ്ഞിപ്പത്തിരി ആവിക്ക് വേവിച്ച് ഒരു പാത്രത്തിലാക്കിക്കണം. ഇനി നമ്മൾ തേങ്ങ ചതച്ചത് ഒന്ന് കടുവറുത്തെടുക്കാം. അപ്പോൾ ഞാനതിനൊരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചത്. വെളിച്ചെണ്ണയ്ക്ക് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ചുമന്ന മുളക് നമ്മളൊന്ന് മുറിച്ചിടുക, കറിവേപ്പും, എന്നിട്ടൊന്ന് കടുകിട്ട് പൊട്ടിക്കുക.
അപ്പോൾ എന്താ പറയുക, ഒരുപാട് എരിവൊന്നും വേണ്ട. നമ്മൾ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു 3-4 ചുമന്ന മുളക് പൊട്ടിച്ച് ഒന്ന് കട്ട് ചെയ്ത് മതി കേട്ടോ. ഇതിൻ്റെ കൂടെ കറിവേപ്പ്. ഇനി ആ തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ തേങ്ങ അതിലേക്ക് ഇട്ടുങ്ങാണ്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒരുപാട് സമയം തീ കത്തിക്കേണ്ട. ഇപ്പോഴൊക്കെ തീ സിമ്മിലാക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ തേങ്ങ അടിയിൽ നിന്ന് കരിഞ്ഞു പോകും. അപ്പം ഇട്ടേക്കന്നെ ഇങ്ങനെ നല്ലോണം ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആവി കയറ്റി വെച്ച കുഞ്ഞിപ്പത്തിരി ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാ ഇതും നല്ലോണം ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തു കൂടി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും ഇളക്കി യോജിപ്പിച്ചെടുത്തിരിക്കണം. ഇതിൻ്റെത് നെല്ല് കുത്തിയരിൻ്റെ പൊടി ആയതുകൊണ്ട് ചുമന്ന കുഞ്ഞിപ്പത്തിരിയാണ്. അവരോട് കിട്ടിയത് വെള്ള കളറിന്. അപ്പോൾ പച്ചരിൻ്റെ ആകുമ്പോൾ അത് വെള്ള കളറായിക്കാറ്. അപ്പോൾ അതായിട്ടുള്ള കറിയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കണമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് ഇറച്ചി എടുത്തു, വെല്ലുള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് വെള്ളവും ഉപ്പും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ചിക്കൻ കറി ആണെങ്കിൽ നമ്മൾ ഇത് ഒന്ന് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് അങ്ങനെ ചെയ്താലും മതി. പിന്നെ ബീഫ് കുറച്ച് വേവുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ കുക്കറൊക്കെ ഇറച്ചിയൊക്കെ വെന്തു, അതൊന്ന് തൂമിച്ചെടുക്കുകയാണ്. ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് നല്ലോണം ഒന്ന് തൂമിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് വയനാട്ടുകാരുടെ കുഞ്ഞിപ്പത്തിരി കേട്ടോ. നമ്മൾ നാട്ടിൽ അങ്ങനെ അത്ര തന്നെ ഒന്നുമില്ല, കണ്ടിട്ടുമില്ല. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട്. ഇനി ഇപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.